പാർവതിയുടെ ആയുസിന് ഇനി ഒരാപത്തും വരാൻ പാടില്ല. അതിനുവേണ്ടി ഒരു ആയുർ ഹോമം നടത്തണം. തീരുമാനിച്ചിട്ട് കുറച്ചു ദിവസമായി മോനെ. തിരുമേനിയെ കണ്ട് കാര്യം പറഞ്ഞപ്പോ തിരുമേനി വിശദമായിട്ട് അതൊന്ന് ഗണിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ പൂജ നടത്തിയേ തീരൂന്ന്. അല്ല, അങ്ങനെ തിരുമേനി പറയുമ്പോ നമ്മളായിട്ട് എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് പൂജ നടത്താമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. പാർവതി, കണ്ടോ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം? നമ്മളോട് ആരോടും പറയാതെ അമ്മ കണ്ടറിഞ്ഞ് നിനക്ക് വേണ്ടി പൂജ നടത്താൻ പോവാ. ഇതേതായാലും വലിയ സസ്പെൻസ് ആയിപ്പോയി. ഞങ്ങളോട് ആരോടും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല സുശീലേ. ഇത്രയൊക്കെ അറേഞ്ച് ചെയ്യാൻ അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നല്ലോ. അതിനിടയില് ഇവിടെ ഉള്ളവരോടൊന്നും പറയാൻ പാടില്ലായിരുന്നോ? എന്റെ ഗാർഗെ, ഞാനതങ്ങ് വിട്ടുപോയി. അതെ, ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ദേ പറയാതിരുന്നതിന് ഞാൻ എല്ലാരോടും ക്ഷമ ചോദിക്കുന്നു. പോരെ? ആ മോളെ, നീ പോയി കുളിച്ച് ശുദ്ധിയായിട്ട് വസ്ത്രം മാറി വരൂ. എടാ, നീയും പോയി കുളിച്ചിട്ട് വരൂ. ഇതിലെന്തോ ചതിയുണ്ട്, അതുറപ്പാണ്. അല്ലമ്മേ, തീപിടുത്തം നടന്നിട്ട് കുറച്ചു ദിവസം ആയില്ലേ? അന്നെന്താ ഈ പൂജ നടത്താതിരുന്നേ? അന്ന് ഈ പൂജ നടത്താതെ ഇപ്പൊ നടത്തുന്നതിൽ കാര്യമുണ്ടോ? എന്റെ മോളെ, ഇത്തിരി വൈകിട്ടായാലും ഇത് നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നാളും ദിവസം ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ തിരുമേനി അങ്ങനെ തന്നെയാ പറഞ്ഞത്. തിരുമേനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ, നിങ്ങൾ പോയി ശുദ്ധിയായിട്ട് വരൂ. ശരിയമ്മേ, നമുക്ക് പോയി റെഡിയായിട്ട് വരാം. പാർവതി, വാ. ആ, ഒന്ന് നിന്നേ. അതെ, ഈ കലശങ്ങൾ പൂജിച്ചു തീർന്ന് നാളെ രാവിലെ മറുക്രിയ ചെയ്യും വരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല. എന്നാലേ ഈ പൂജയുടെ ഫലം അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇതിനിടയിൽ പ്രോഗ്രാംസ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ചങ്ങ് ക്യാൻസൽ ചെയ്തേക്ക് കേട്ടോ. ശരിയമ്മേ, അതൊക്കെ മാറ്റി വെച്ചേക്കാം. ആ, എന്നാ മോനെ വേഗം റെഡി ആയിട്ട് വരൂ. ശരിയമ്മേ, ചെല്ല്. വാ.